എല്ലാ 10th ലെവൽ എക്സാമുകളുടേതും പോലെ ഈ 10th വരാൻ പോകുന്ന 10th പ്രിലിംസിനും മുൻകാല ചോദ്യങ്ങൾ തന്നെയായിരിക്കും താരകം. അവ നിരന്നു നിൽക്കും പരീക്ഷയിൽ. എന്നാൽ നിര തെറ്റിച്ച് ചില പുതിയ നാമ്പുകൾ, ചില പുത്തൻ ചോദ്യങ്ങൾ പ്രത്യക്ഷപ്പെടും. അവ പലപ്പോഴും റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളായി മാറാറുണ്ട്. അവയിൽ ബഹുഭൂരിപക്ഷത്തെയും നമുക്ക് പ്രവചിക്കാൻ സാധിക്കും. അതെ, എങ്ങനെയാണ് മുൻകാല ചോദ്യങ്ങളിൽ നിന്ന് തന്നെ പുതിയ കാലത്തെ ഈ പുതിയ ചോദ്യങ്ങളെ കണ്ടെത്താൻ സാധിക്കുക? അതിൽ മിക്കതിനെയും പഠിച്ചെടുക്കുന്ന വിദ്യ എന്താണ്? ആ രസതന്ത്രമാണ് നമ്മൾ ഇന്ന് അഭ്യസിക്കാൻ പോകുന്നത്. ഹായ് ഫ്രണ്ട്സ്, വിൻഡോജുവിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ രഘുനന്ദനൻ എം പി. അപ്പോൾ പഴയകാല ചോദ്യങ്ങളിൽ നിന്ന് പഠിക്കാനും അതിനോടൊപ്പം അതിൽ നിന്ന് സാധ്യതയുള്ള പുതിയ ചോദ്യങ്ങളെ കണ്ടെത്തുന്നതിന് മുമ്പായി നമുക്ക് ഒരു കാര്യം നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരട്ടെ. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. കൂടാതെ ഈ ക്ലാസ്സുകളൊക്കെ തന്നെ 10th പ്രിലിംസിനായി നടക്കുന്ന 10th പ്രിലിംസിൻ്റെ 2000 ചോദ്യങ്ങളുടെ ഇതുവരെ ചോദിച്ച 2000 ചോദ്യങ്ങളെയും അനുബന്ധ വസ്തുതകളെയും നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന പങ്ക്തിയാണ്. ഇതൊരു വർഷത്തെ കോഴ്സാണ്, ഫ്രീ കോഴ്സാണ്. ഇത് 10th പ്രിലിംസ് കഴിഞ്ഞാൽ അടുത്ത 10th നിലവാരത്തിലുള്ള മറ്റൊരു പരീക്ഷയുടെ ക്രാഷ് കോഴ്സായിട്ട് വരും. അവിടെ നമ്മൾ ഡെയിലി യൂട്യൂബ് വീഡിയോസ് ഉണ്ടായിരിക്കും. ആ ഡെയിലി യൂട്യൂബ് വീഡിയോസ് തന്നതിന് ശേഷം പിറ്റേ ദിവസം അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഓൺലൈനായിട്ട് എക്സാം ചെയ്യാം എല്ലാ ദിവസവും. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു തിരക്കൊന്ന് കഴിഞ്ഞാൽ വീക്കിലി ലൈവ് ക്ലാസ്സുകളിലേക്ക് നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. PDF നോട്ടുകൾ ഉണ്ടാവും, ഇതിൻ്റെ ഒപ്പം PSC അപ്ഡേറ്റുകൾ ഉണ്ടായിരിക്കും. എല്ലാം സൗജന്യമായിട്ടാണ്. അപ്പോൾ ഈ കോഴ്സിൽ ചേരാൻ താല്പര്യമുള്ളവർ ഒറ്റ കാര്യമേ ചെയ്യുന്നുള്ളൂ. താഴെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് തന്നിട്ടുണ്ട്. ആ ലിങ്ക് വഴി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. എന്താണ് നമുക്ക് ഇന്ന് വില്ലുവണ്ടി സമരം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ്? ആദ്യം ഇതിന് ഉത്തരം കണ്ടെത്തി ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള പുതിയ ചോദ്യങ്ങൾ എന്താണെന്ന് നോക്കാം. ആദ്യത്തിൻ്റെ സോഴ്സ് എവിടെ നിന്നാണെന്ന് കണ്ടെത്താം. ഇത് വന്ന സോഴ്സ് ഞാൻ പതിവായി പറയുന്നത് പോലെ ഇതിൻ്റെ സോഴ്സും എന്തന്നെയാണ്? SCERT ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. അയ്യങ്കാളിയാണ് നിങ്ങൾക്ക് പലർക്കും അറിയേണ്ടായിരിക്കും വില്ലുവണ്ടി സമരം നടത്തിയത്. അപ്പം വില്ലുവണ്ടിയിലെ ചരിത്രയാത്ര എന്ന് പറഞ്ഞുകൊണ്ട് 7ാം ക്ലാസ്സിലെ ഒരു പാഠമുണ്ട്. 1893 വെങ്ങാനൂരിലെ പൊതുവഴിയിലൂടെ 1893 വെങ്ങാനൂരിലെ പൊതുവഴിയിലൂടെ ഒരു വില്ലുവണ്ടിയിൽ യാത്ര ചെയ്ത് അയ്യങ്കാളി സാമൂഹ്യ വിലക്കുകളെ ലംഘിച്ചു. അധസ്ഥിതരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് തുടക്കം കുറിച്ച അയ്യങ്കാളി തിരുവിതാംകൂറിലെ മുഖ്യ നിരത്തുകളിലൂടെ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ചു. അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട 7ാം ക്ലാസ്സിലെ പാഠം പറയുന്നു. അവിടെ നിന്നാണ് ഈ ചോദ്യം വരുന്നത്, വില്ലുവണ്ടിയിലെ ചരിത്രയാത്ര. കൊല്ലം ഒന്ന് ഓർത്തു വെച്ചോളൂ. കൊല്ലം ഓർക്കാത്തവർ, ഏതാണ് കൊല്ലം? 1893, 1893 ഓർക്കുക. 1900 മുമ്പാണ്, അത് ഓർത്തു വയ്ക്കുക. 1890 ശേഷമാണ്. അപ്പോൾ 1893 നമ്മൾ എത്തും. അധസ്ഥിതരുടെ സഞ്ചാര സ്വാതന്ത്ര്യം, വില്ലുവണ്ടി യാത്ര എന്ന് പറയുമ്പോൾ ഓർക്കുക. ഇതുപോലെ നിങ്ങൾ ഓർക്കേണ്ടതാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം വൈക്കം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാനുള്ള സമരമല്ലട്ടോ. അങ്ങനത്തെ ഒരു ചോദ്യം വരാം. സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന സമരമാണ്. അപ്പോൾ വൈക്കം സത്യാഗ്രഹം സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയ സമരം, ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടിയുള്ള സമരം. ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടിയുള്ള സമരം ഗുരുവായൂർ സത്യാഗ്രഹമാണ്. ഓക്കെ, അപ്പോൾ അത് ഓർത്തിരിക്കണം. അപ്പോൾ 1893 അയ്യങ്കാളി നടത്തിയ വില്ലുവണ്ടി യാത്രയും എന്താണ്? പൊതുനിരത്തിലൂടെ അധസ്ഥിതർക്ക് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരമാണ്. കൊല്ലം ഓർക്കുക, 1893. മറ്റൊരു സമരമാണ് അദ്ദേഹം തന്നെ നടത്തിയത്, കല്ലുമാല സമരം. നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. ഇതൊക്കെ PSCക്ക് ചോദിച്ചതാണ്. പുതിയ ചോദ്യങ്ങളിലേക്ക് വരാം. അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ കല്ലുമാല ആഭരണമായി ധരിക്കുന്നവരായിരുന്നു. കീഴായ്മയുടെ ചിഹ്നമായ കല്ലുവേല വലിച്ചെറിയാൻ അയ്യങ്കാളി അവരോട് അഭ്യർത്ഥിച്ചു. അങ്ങനെ അവർ വലിച്ചെറിഞ്ഞ കല്ലുമാലകൾ 4-5 അടി ഉയരത്തിൽ കുമിഞ്ഞുകൂടി. ഓർത്തിരിക്കേണ്ട കാര്യം, കല്ലുമാല സമരത്തിന്റെ നായകൻ അയ്യങ്കാളിയാണ്. അത് അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളാണ് അണിഞ്ഞിരുന്നത്. അത് കീഴായ്മയുടെ ചിഹ്നമായിരുന്നു. ഈ കല്ലുമാല വലിച്ചെറിയാനാണ് അവരോട് അയ്യങ്കാളി ആവശ്യപ്പെട്ടത്. പുസ്തകം തുടർന്ന് പറയുന്നുണ്ട്, അധസ്ഥിതരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രയത്നിച്ച പരിഷ്കർത്താവായിരുന്നു അയ്യങ്കാളി. സാമൂഹിക അസമത്വങ്ങൾ പരിഹരിക്കാനും അധസ്ഥിതരുടെ സാമൂഹ്യ നില മെച്ചപ്പെടുത്താനുമുള്ള ഒരു മൂലധനമാണ് വിദ്യാഭ്യാസം എന്ന് തിരിച്ചറിഞ്ഞു. 1904 അധസ്ഥിതർക്ക് മാത്രമായി ഒരു വിദ്യാലയം ആരംഭിച്ചു. അപ്പോൾ അയ്യങ്കാളിയെ ഓർക്കുമ്പോൾ 1893 വില്ലുവണ്ടി യാത്ര, 1904 വിദ്യാലയം സ്ഥാപിച്ചു. ഒക്കെ SCERT ബുക്കിൽ നിന്നാണ്. അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല. പക്ഷേ ഈ ചോദ്യങ്ങളൊക്കെ പല പ്രകാരേണ പലയിടത്തും ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്.
പക്ഷെ ഓർത്തു വയ്ക്കുക ഈ 2 കൊല്ലം 1893 1904. അപ്പോൾ 1893 1904 എത്തുമ്പോൾ 1 എന്നല്ലേ നമ്മൾ ആദ്യം പഠിക്കുക സ്കൂളിൽ പോകുമ്പോൾ. അപ്പോൾ ആ 11 അവിടെ കൂട്ടിയാൽ മതി. 1893 11 കൂട്ടിയാൽ 1904. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കോഡ് ഉണ്ടാക്കി നിങ്ങൾക്ക് ഓർത്തു വെച്ചാൽ മതി. പക്ഷേ അയ്യങ്കാളിയുടെ ഈ വാക്കുകൾ നിങ്ങൾ ഓർത്തിരിക്കണം. കാരണം SCERT ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനത്തെ കോട്ടുകൾ ചോദ്യങ്ങളായി വരാറുണ്ട്. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും. ആരാണ് പറഞ്ഞത്? അയ്യങ്കാളിയാണ് പറഞ്ഞത്. ഞങ്ങളുടെ കുട്ടികളെ നിങ്ങൾ പഠിക്കാൻ അനുവദിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വയലുകളിൽ പണിയെടുക്കാൻ ഞങ്ങൾ വേണം, ഞങ്ങൾ പണിയെടുക്കില്ല. ഓക്കെ. തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലാണ് അദ്ദേഹം ജനിച്ചത്. അപ്പോൾ അദ്ദേഹം ജനിച്ച സ്ഥലം ഓർത്തിരിക്കുക വെങ്ങാനൂരിൽ. കൊല്ലം ഓർത്തിരിക്കുക ഏതൊക്കെ? കല്ലുമാല വില്ലുവണ്ടി യാത്രയുടെ കൊല്ലം 1893. വിദ്യാലയം സ്ഥാപിച്ചത് 1904. നിങ്ങൾ വീണ്ടും വേറെ ഡീറ്റെയിൽസിലേക്ക് പോകണ്ട. അങ്ങനെ ചോദ്യം വന്നാലോ? അങ്ങനെ ചോദ്യം വന്നാൽ ഞാൻ പറഞ്ഞില്ലേ, ഈ പുതിയ ചോദ്യങ്ങൾ തന്നെ 8-9 ചോദ്യങ്ങളാണ് മാക്സിമം വരിക. ആ ചോദ്യങ്ങളിൽ തന്നെ നമുക്കൊരു 5-6 എണ്ണത്തെ നമുക്ക് എന്ത് ചെയ്യാം? പിടിയിലാക്കാൻ പറ്റും. പിന്നെ കയറി കൂടിയ ഒരു 3-4 ചോദ്യങ്ങളാണ്. പോട്ടടോ പുല്ല് പോട്ടെ, നമുക്കുള്ളത് പഠിച്ചാൽ പോരെ, നമ്മൾ റാങ്കിലെത്തിയില്ലേ? ഇത്രയും പഠിച്ചാൽ തന്നെ നമ്മൾ 92, 93, 94 മാർക്കെത്തും അല്ലേ? സ്വാഭാവികമായൊരു പരീക്ഷയും വളരെ ടഫാണെങ്കിൽ അവിടെ കട്ട് ഓഫ് മാർക്ക് കുറയും. ഇത് മുഴുവൻ പഠിച്ചു പോകുന്നതിൽ മനുഷ്യ സാധ്യമല്ല. ഇതിലെ സിലബസ് മൊത്തം പഠിച്ചു പോകുന്ന ഒരാൾക്ക് അത് മനുഷ്യ സാധ്യമല്ല. അപ്പം നിങ്ങൾ സിലബസിൽ ഒതുങ്ങി നിന്ന് പഠിക്കുക, അത് വരുന്ന സോഴ്സിലും പഠിക്കുക. അപ്പം തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലാണ്. സാമൂഹ്യ പരിഷ്കർത്താക്കൾക്ക് വേണ്ടി അദ്ദേഹം സ്ഥാപിച്ച സംഘടനയാണ് സാധുജന പരിപാലന സംഘം. ആ സംഘടനയുടെ പേരാണ് സാധുജന പരിപാലന സംഘം. ഓക്കെ. അപ്പം 1893 നമ്മൾ വായിച്ചു. അപ്പോൾ അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം, തൊഴിലെടുക്കുന്നവർക്ക് കൂലി വർധന, ഇതായിരുന്നു അതിൻ്റെ ലക്ഷ്യം. ഓർത്തു വെച്ചോളൂ. അവർണ ജാതിക്കാർക്ക് പൊതുനിരത്തുകളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം 1. അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം 2. തൊഴിലെടുക്കുന്നവർക്ക് കൂലി വർധന. ഇവിടുന്നൊക്കെ പ്രസ്താവന ടൈപ്പ് ചോദ്യങ്ങൾ വന്നാൽ ഉത്തരം എഴുതാൻ പറ്റണം. അധസ്ഥിത വിഭാഗങ്ങളുടെ നേതാവ് എന്ന നിലയിൽ പ്രസിദ്ധനായ അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി. ശ്രീമൂലം പ്രജാസഭ എന്ന് പറഞ്ഞാൽ തിരുവിതാംകൂർ രാജ്യത്തുണ്ടായിരുന്ന നാമമാത്രമായ ഒരു ജനാധിപത്യ സംവിധാനം എന്ന് പറയാം. ആ ശ്രീമൂലം പ്രജാസഭയിൽ ആരംഗമായിരുന്നു? അയ്യങ്കാളി അംഗമായിരുന്നു. ഇനി പുതിയ പാഠത്തിൽ ഊരുട്ടമ്പലത്തെ സർക്കാർ UP വിദ്യാലയം ഇനി അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയം. ഒരു പരീക്ഷയ്ക്ക് ഒരു പുതിയ ചോദ്യം പിടിക്കാം. ഊരുട്ടമ്പലത്തെ സർക്കാർ UP വിദ്യാലയത്തിന്റെ പേരെന്ത്? പുതിയ കാലത്ത് അതിന്റെ പേര് അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയമാണ്. പുതിയ ചോദ്യം വരുന്നത് എവിടുന്ന? 7ാം ക്ലാസ്സിലെ പുതിയ പാഠത്തിൽ നിന്ന്. 5, 7, 9 ക്ലാസ്സുകളിലെ പുതിയ പാഠത്തിൽ നിന്നാണ് എന്ത് വരുന്നത്? ഈ കഴിഞ്ഞ LGS പരീക്ഷകൾക്കൊക്കെ പുതിയ ചോദ്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് അധികവും. അപ്പോൾ അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയം. ഊരുട്ടമ്പലം സർക്കാർ ഗവൺമെന്റ് UP സ്കൂൾ ഇനി മുതൽ അയ്യങ്കാളി പഞ്ചമി സ്മാരകം ഗവൺമെന്റ് UP സ്കൂൾ എന്നറിയപ്പെടും. കുടിപ്പള്ളിക്കൂടമായിരുന്ന ഊരുട്ടമ്പലം ഗവൺമെന്റ് UPSലായിരുന്നു ചരിത്രം മാറ്റിമറിച്ച സമരത്തിന് അയ്യങ്കാളി തുടക്കം കുറിച്ചത്. പഞ്ചമി എന്ന ദളിത് ബാലികയെ സ്കൂളിൽ പഠിക്കാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച പഞ്ചമിയുടെ കൈപിടിച്ച് അയ്യങ്കാളി സ്കൂളിലേക്ക് വരികയും സ്കൂളിൽ കയറ്റിയിരുത്തുകയും ചെയ്തു. പഞ്ചമി കയറിയതിന്റെ ഭാഗമായി ജന്മിമാർ സ്കൂളിന് തീവച്ചു. പകുതി കത്തിയ ബെഞ്ച് ഉൾപ്പെടെയുള്ള അവശേഷിപ്പുകൾ ഇന്നും സ്കൂൾ മ്യൂസിയത്തിൽ കാണാം. അപ്പോൾ ഊരുട്ടമ്പലം, പഞ്ചമി, അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയം ഓർമ്മിച്ചിരിക്കുക. ഓക്കെ. അടുത്തത് നോക്കൂ. ഡോക്ടർ അയ്യപ്പൻ. പരീക്ഷയ്ക്ക് പ്രത്യക്ഷപ്പെടാത്ത 10th ലെവൽ എക്സാമുകൾക്ക് പ്രത്യക്ഷപ്പെടാത്ത ആളാണ് അയ്യപ്പൻ. അയ്യപ്പൻ പ്രത്യക്ഷപ്പെടാം. എന്തുകൊണ്ട്? 7ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ അയ്യപ്പൻ പ്രത്യക്ഷപ്പെട്ടു. തൃശ്ശൂർ ജില്ലയിലെ പാവറട്ടിയിലാണ് ജനനം. മറ്റത് വെങ്ങാനൂരല്ലേ അയ്യങ്കാളി. ഇവിടെ ഓർക്കുക, അയ്യപ്പന്റെ ജനനം പാവറട്ടിയിലാണ്. 1905 1904 എന്താ നടന്നത്? പുതിയ സ്കൂൾ സ്ഥാപിച്ചു അയ്യങ്കാളി. 1905 അയ്യപ്പൻ ജനിക്കുന്നത്. ഇന്ത്യൻ സംസ്കാരങ്ങളെ പഠിച്ച പ്രമുഖ നരവംശാസ്ത്രജ്ഞനാണ്. വരാം. ഡോക്ടർ അയ്യപ്പൻ. നരവംശാസ്ത്രജ്ഞൻ. നവോത്ഥാന നായകൻ. കൊണ്ടുപോയിട്ട് നവോത്ഥാന നായകൻ എന്ന് എഴുതണ്ട. നരവംശാസ്ത്രജ്ഞനാണ്. നവോത്ഥാനത്തിന് സംഭാവന നൽകിയിട്ടുണ്ട്. ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ നിന്ന് മലിനോവിസ്കിയുടെയും റെയ്മണ്ട് ഫിർത്തിന്റെയും കീഴിൽ ഗവേഷണ പഠനം പൂർത്തിയാക്കി. കേരളത്തിലെ ഈഴവ ഗോത്ര സമുദായങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് സമഗ്ര സംഭാവനകൾ നൽകി. ചോദ്യം: കേരളത്തിലെ
ഈഴവ ഗോത്ര സമുദായങ്ങളെ കുറിച്ച് പഠനത്തിന് സമഗ്ര സംഭാവനകൾ നൽകിയ ആളാരാണ്? ഡോക്ടർ എ അയ്യപ്പൻ. നിങ്ങൾ ഇനി ചോദ്യം കണ്ടാൽ ഞെട്ടരുത്, നിങ്ങളുടെ റാങ്കിലേക്കുള്ള കോണിപ്പടിയാണ്. ഓക്കെ, നഞ്ചിയമ്മ. അടുത്തത് നഞ്ചിയമ്മേനെ നിങ്ങൾക്കറിയാലോ, പാലക്കാട് ജില്ലയിലാണെന്ന് നിങ്ങൾക്കറിയാലോ, അട്ടപ്പാടിയിലാണെന്ന് അറിയാലോ. പക്ഷേ ഇരുള വിഭാഗത്തിൽ നിന്നാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയണ്ടാവില്ലേ, ഗോത്രവർഗമാണ്, ഇരുള വിഭാഗത്തിൽ നിന്നാണ്. ആ ഇരുള വിഭാഗത്തിൽ നിന്നുള്ള നഞ്ചിയമ്മയ്ക്കായിരുന്നു 2020 രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത്. ഓർക്കണം, കേരള PSC ചോദിക്കും ചിലപ്പോ അടുത്ത പരീക്ഷയിൽ. രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള 2020 ദേശീയ ചലച്ചിത്ര അവാർഡ് ആരാണ്? നഞ്ചിയമ്മയ്ക്കാണ്. ഈ ചോദ്യം കണ്ട ഉടനെ ഇനി മുതൽ 2020 മുതലുള്ള അവാർഡുകൾ പഠിക്കണമെന്നുള്ള തീരുമാനമെടുക്കാതിരിക്കുക. ഇത് SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കയറി വരുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചോദ്യങ്ങളുടെ പാറ്റേൺ തിരിച്ചറിയാൻ പറ്റണം. അപ്പൊ ഇനി 2020 മുതലുള്ള എല്ലാം പഠിക്കാം. പഠിക്കണ്ട, ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വന്നതാ. ഗോത്ര വിഭാഗത്തിൽ നിന്ന് ഈ പുരസ്കാരം നേടുന്ന ആദ്യത്തെ ആളാണ് നഞ്ചിയമ്മ. ഓർക്കണം, നഞ്ചിയമ്മയാണ് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടുന്ന ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ ആൾ. നിങ്ങൾ എഴുതണ്ടായിരിക്കും അത്യാവശ്യമൊക്കെ പത്രം വായിച്ചിരുന്നവരാണെങ്കിൽ. നഞ്ചിയമ്മയാണ്, പാലക്കാട് ജില്ലയാണ്, അട്ടപ്പാടിയിലാണ്, ഇരുള വിഭാഗമാണ്, കളക്കാത്ത സന്തനമേറെ വെകുവോക പുറത്തിറക്കോ. നിങ്ങൾ എന്നെ തല്ലിക്കൊല്ലാൻ തോന്നുന്നുണ്ടാവുമല്ലോ ഈ പാട്ട് കേട്ടവര്. ഞാനിത് പാടാൻ അറിയാത്തതുകൊണ്ടാണ്, എനിക്കും ഇഷ്ടമാണ്. പക്ഷെ നിങ്ങൾ ഈ വാക്കൊന്ന് വായിച്ചോ, കളക്കാത്ത സന്തനമേറെ വെകുവോക പുറത്തിരിക്കോ. ഓക്കെ, ക്ലിയർ? കളക്കാത്ത സന്തനമേറെ വെകുവോക പുറത്തിറക്കോ എന്ന് തുടങ്ങുന്ന ഗാനമായിരുന്നു നഞ്ചിയമ്മ ആലപിച്ചത്. ആ പാട്ട് കൂടി ഒന്ന് എഴുതി വെച്ചോളൂ. ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൽ നിന്നാണ് ദേശീയ ചലച്ചിത്ര പുരസ്കാരം ഏറ്റുവാങ്ങിയത്. ഓർത്തു വെച്ചോളൂ, അത് ചോദിക്കാം. കൗതുകമുള്ള ഒരു ചോദ്യകർത്താവാണെങ്കിൽ രണ്ടുപേരും ഗോത്രവർഗക്കാരാണ്. ചോദിക്കാം, ആരിൽ നിന്നാണ് ദേശീയ ചലച്ചിത്ര പുരസ്കാരം നഞ്ചിയമ്മ 2020 ഏറ്റുവാങ്ങിയത്? അത് ആരിൽ നിന്നാണ്? ദ്രൗപദി മുർമുവിൽ നിന്നാണ്, അല്ലേ? ഓക്കെ. അക്കാലത്ത് നാടകത്തിൽ അഭിനയിക്കാൻ സ്ത്രീകളെ കിട്ടുമായിരുന്നില്ല. മറ്റൊരു ഭാഗത്തേക്ക് പോകാം. 7ാം ക്ലാസ്സിലെ പുതിയ പുസ്തകത്തിൽ നിന്ന് സ്ത്രീകൾ അഭിനയ രംഗത്തേക്ക് വരുന്നത് മോശമായിരുന്നു. സമൂഹത്തിൽ അങ്ങനെയാണ് വിശ്വസിച്ചിരുന്നത്. ഞാനും നാടകത്തിൽ അഭിനയിക്കാൻ തീരുമാനിച്ചു. ചിലർക്കൊക്കെ ആളെ പിടികിട്ടിയിട്ടുണ്ടായിരിക്കും. ഇതാരുടെ വാക്കുകളാണെന്ന് ചോദിക്കാം. ആയിഷയുടെ വാക്കുകളാണ്. പഴയ കാലത്തെ നാടക നടി, സിനിമാ പ്രവർത്തക, പിന്നീട് ആയിഷയുടെ വാക്കുകളാണ്. കളിക്കുമ്പോഴാണ് എനിക്ക് കല്ലേറ് കിട്ടുന്നത്. നാടകത്തിന്റെ ഡയലോഗ് പറഞ്ഞു തീരുന്നതിന് മുമ്പ് എൻ്റെ മുഖത്ത് കല്ല് പതിച്ചു. ഞാൻ പതറിയില്ല. എൻ്റെ വായിലൂടെ രക്തം ഒഴുകുന്നുണ്ടായിരുന്നു. PSC പരീക്ഷകൾ ധാരാളമായിട്ട് എഴുതി. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നായിരിക്കും ചിലപ്പോൾ രക്തം ഒഴുകുന്നത്. അത്ര പഠിച്ചു പോയതാ, കിട്ടിയില്ല. പതറരുത്, നമുക്ക് കിട്ടും. പക്ഷെ റൈറ്റ് സോഴ്സ് വെച്ച് പഠിച്ചാൽ മതി. അതിന് ധീരമായ അഭിമാനം വേണം. തോറ്റു കൊടുക്കാതിരിക്കാനുള്ള വാശി വേണം. ഒപ്പം സ്മാർട്ടായിരിക്കണം എവിടെ നിന്നാണ് ഈ ചോദ്യങ്ങൾ വരുന്നത് എന്ന്. അങ്ങനെ മഞ്ചേരിയിൽ മേലാക്കത്ത് നാടകം കളിക്കുമ്പോൾ വേദിയിൽ വെച്ച് തന്നെ എന്നെ വധിക്കാനുള്ള ശ്രമം നടന്നു. ഒരു അഭിനേതാവിന് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഭാഗ്യമെന്ന് പറയട്ടെ, ഞാൻ ഡയലോഗ് പറഞ്ഞ് തല തിരിച്ചതിനാൽ അതെൻ്റെ തലയിൽ കയറിയില്ല. വെടിയുണ്ടയാണ് ചെറിപ്പാഞ്ഞു വന്നത്. എന്നിട്ട് അവർ നിർത്തിയിടോ? എന്നിട്ടാണോ ഒരു പരീക്ഷയ്ക്ക് തോൽക്കുമ്പോഴേക്കും നിങ്ങൾ PSC നിർത്തുന്നത്? അത് നിങ്ങൾ കറക്റ്റായിട്ടുള്ള സാമഗ്രികൾ പഠിക്കാതെ. ഓക്കെ, ഈ പ്രതിസന്ധികളൊന്നും നിങ്ങളെ തളർത്തരുത്. പക്ഷെ ഇത് നിലമ്പൂർ ആയിഷയുടെ കഥയാണ്. ഏതാണ് ആ കഥ? ജീവിതത്തിനും അരങ്ങിനും ഇടയിൽ. ഇതാണ് ആ പേജ് നമ്പർ ഒന്നും ഓർത്തിരിക്കണ്ട കേട്ടോ. ജീവിതത്തിനും അരങ്ങിനും ഇടയിൽ. ആരാണ് അത്? നിലമ്പൂർ ആയിഷയുടേതാണ്. നാടക പ്രവർത്തകയാണ്, സിനിമാ പ്രവർത്തകയാണ്. പഴയ കാലത്താണ്, മലബാറിലാണ്. അടുത്ത രണ്ടാളുകളെ നിങ്ങൾ ഒരിക്കലും കേട്ടിട്ടുണ്ടാവില്ല. ഡോക്ടർ പുന്നൻ ലൂക്കോസ്, അധിക പേരും EK ജാനകി അമ്മാൾ. 2 പേരുടെ പേരുണ്ട്, പുന്നൻ ലൂക്കോസും ജാനകി അമ്മാളും. എന്താ പ്രത്യേകത? ഇന്ത്യൻ സർവകലാശാലകൾ സ്ത്രീകൾക്ക് MBBS പ്രവേശനം നൽകാത്തതിനാൽ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവർ ആ ബിരുദം കരസ്ഥമാക്കി. കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിത ആരാ? പുന്നൻ ലൂക്കോസ്. കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിത ആരാണ്? പുന്നൻ ലൂക്കോസ്. ഗ്ലൂക്കോസ് ഓർത്ത് വെച്ചാൽ മതി. ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഡോക്ടർ നമുക്ക് തരില്ലേ പണ്ട്?
ഓക്കെ, എൻ്റെ പൊന്നു ഗ്ലൂക്കോസ് എന്നോർത്ത് വെച്ചാൽ മതി. വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യത്തെ വനിത EK ജാനകി അമ്മാൾ. കേരളത്തിലെ തലശ്ശേരിയിൽ ജനിച്ച വിശ്വപ്രസിദ്ധയായ സസ്യശാസ്ത്രജ്ഞ. കോയമ്പത്തൂരിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിൽ അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനം കരിമ്പ് വികസിപ്പിച്ചു. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ആദ്യ ഡയറക്ടർ. ചോദിക്കാം, ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടർ. PSC പരീക്ഷയ്ക്ക് ഇനി ചോദ്യം വരാം. അയ്യോ, ഇത്രയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കണമെന്ന് വിചാരിക്കേണ്ട, 7ാം ക്ലാസ് നിലവാരത്തിലുള്ള ചോദ്യമാണ്. ക്ലിയർ ആയില്ല? പാഠപുസ്തകത്തിലുണ്ട്. എന്താ പേര്? ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടറുടെ പേര് ജാനകി അമ്മാൾ. ബോട്ടണി സസ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ സസ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ടതാകുമ്പോ ജാനകിനെ എങ്ങനെ ഓർത്തു വെക്കാം? ഞാൻ ഓർത്തു വെച്ചിട്ടുള്ളത് ജനകന്റെ പുത്രിയാണ് സീത. കാട്ടിലായിരുന്നു അവരുടെ താമസം. അപ്പൊ ജാനകി എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ജനകനുമായി ബന്ധപ്പെടുത്തുക, കാടോർക്കുക, സീതയെ ഓർക്കുക. അപ്പൊ അവർ രണ്ടാളും കൂടിയിട്ട് എന്തായി മാറി? സസ്യശാസ്ത്രത്തിൽ വിദഗ്ധയായി, സസ്യശാസ്ത്രജ്ഞയായി, അല്ലേ? അപ്പോ ഇന്ത്യയുടെ ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടർ ജനറൽ 1977 രാജ്യം പത്മശ്രീ വാങ്ങി ആദരിച്ചു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയതാര്? ഞാൻ പറഞ്ഞു, നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, അംബേദ്കറാണ്, നിങ്ങൾക്കൊക്കെ അറിയാം. പക്ഷെ എനിക്ക് പറയാനുള്ളത് അതല്ല. നിങ്ങൾ 7ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലേക്ക്, പുതിയ പാഠപുസ്തകത്തിലേക്ക് വീണ്ടും പോകും. നോക്കൂ, ഈ പാഠം കണ്ടപ്പോൾ ഞാനൊന്ന് പറഞ്ഞോട്ടെ, എൻ്റെ മനസ്സിൽ ആകെ സന്തോഷമായി. എന്തെന്നില്ലാത്തൊരു സന്തോഷം. ഓക്കെ, ഞാൻ നിങ്ങളെപ്പോലെ തിരക്കിലാണ്, ഈ ക്ലാസ്സുകൾ ഉണ്ടാക്കണം, ഒരുപാട് ധൃതിയിലാണ്. ഞാൻ പറയുന്നത് ആ SCERT ടെക്സ്റ്റ് ബുക്കൊക്കെ പുതുതൊക്കെ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കും, എന്നിട്ടൊന്ന് വായിച്ചു നോക്കൂ. എന്ത് രസമുള്ള ചിത്രങ്ങളാണത്. നിങ്ങൾ ആ പഴയ കാലത്തേക്കൊന്ന് പോയി നോക്കൂ. ഓക്കെ, നിങ്ങളുടെ തൊട്ടടുത്ത വീട്ടിലെ കുട്ടികളുണ്ടെങ്കിൽ ആ പുസ്തകമൊക്കെ ഒന്ന് എടുത്തിട്ട് മണത്ത് നോക്കൂ. നമ്മുടെ പഴയ കാലത്തേക്കൊന്ന് പോടോ കുട്ടികളായിട്ട്, എന്നിട്ട് പഠിക്കാൻ തുടങ്ങും. അപ്പോൾ ഒരു ഉഷാറും ഊർജ്ജമൊക്കെ കൈവരില്ലേ? നിങ്ങളിങ്ങനെ ടെൻഷൻ അടിക്കണം. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും, രക്ഷാകർതൃത്വത്തിൽ നിന്നും ഇന്ത്യയെ മോചിക്കുന്ന ഒരു ഭരണഘടനയ്ക്കായി ഞാൻ പരിശ്രമിക്കും. നിങ്ങൾ ഇന്നേ വരെ ഭരണഘടനാ ചോദ്യങ്ങളിൽ ഗാന്ധിയെ കേട്ടിട്ടുണ്ടോ? എന്നാൽ ഇനി ഗാന്ധിയുമായി ബന്ധപ്പെട്ടൊരു ഭരണഘടനാ ചോദ്യം സാധ്യതയുണ്ട്. എന്തായിരിക്കും? എല്ലാ പ്രതിസന്ധികളിൽ നിന്നും, രക്ഷാകർതൃത്വത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുന്ന ഒരു ഭരണഘടനയ്ക്കായി ഞാൻ പരിശ്രമിക്കും. ഗാന്ധിയുടെ പേര് തരും. നിങ്ങൾ ആരും ഗാന്ധി എഴുതാൻ പോകുന്നില്ല. കാരണം ഭരണഘടനയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എവിടെയും ഗാന്ധിയെ കേട്ടിട്ടില്ല. പക്ഷെ ഗാന്ധി പറയുന്ന വാക്കുകൾ അതാണ്. 7ാം ക്ലാസ്സിലുണ്ട്. ഏറ്റവും ദരിദ്രരായ മനുഷ്യർക്ക് രാജ്യത്തെ രൂപപ്പെടുത്തുന്നതിൽ കാര്യക്ഷമമായ ശബ്ദമുണ്ടാക്കുകയും രാജ്യം അവരുടേതാണെന്ന് അവർക്ക് തോന്നുകയും ചെയ്യണം. ഉച്ചനീചത്വങ്ങളില്ലാതെ എല്ലാ സമുദായക്കാരും തികഞ്ഞ സൗഹാർദ്ദത്തോട് ജീവിക്കുന്ന ഇന്ത്യക്കായാണ് എൻ്റെ പരിശ്രമം. തൊട്ടുകൂടായ്മയുടെയും ലഹരി വസ്തുക്കളുടെയും ശാപമില്ലാത്ത ഇന്ത്യ. പുരുഷന്മാരുടെ അവകാശങ്ങൾ അതേപോലെ സ്ത്രീകൾക്കും അനുഭവിക്കാനാവുന്ന ഇന്ത്യ. അവിടെ എനിക്കൊരു തെറ്റുപറ്റി. ഗാന്ധി വന്നൊരു ചോദ്യമുണ്ട് ഭരണഘടനയിൽ, അല്ലെ, സ്ഥിരമായിട്ട്. ഏതാ? അയിത്തത്തിനെതിരെ, അല്ലേ? ഇന്ത്യൻ പാർലമെന്റിൽ 17ാം വകുപ്പ് ഗാന്ധിജി കി ജയ് എന്ന് വിളിച്ചുകൊണ്ടാണ് പാസ്സാക്കുന്നത്. അത് ചോദിക്കാറുണ്ട്, അല്ലേ? ഗാന്ധിജി കി ജയ് എന്ന് വിളിച്ചുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ, ഭരണഘടനാ അസംബ്ലിയിൽ പാസ്സാക്കിയ വകുപ്പ് ഏതാണ്? ഏതാ? ആർട്ടിക്കിൾ 17 അയിത്തോച്ചാടനവുമായി ബന്ധപ്പെട്ട് അത് വരാറുണ്ട്. ഞാനത് ചോദിച്ചപ്പോഴാണ് ഓർമ്മ വന്നത്. പക്ഷെ അധികവും ഗാന്ധി വരാറില്ല. ഈ വാക്ക് കണ്ടാൽ നമ്മൾ വിചാരിക്കില്ല അത് ഗാന്ധിയുടേതാണെന്ന്. മഹാത്മാഗാന്ധി എഴുതിയ പത്രവും ആലോചിച്ചോളൂ, യങ് ഇന്ത്യ. ഓക്കെ, ഇനി മറ്റൊരു ചോദ്യം വരാം. നമ്മുടെ ഭരണഘടനയുടെ അടിത്തറയായി മാറിയതേത്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഭരണഘടനയുടെ ആമുഖം എന്ന് പറഞ്ഞാൽ ജവഹർലാൽ നെഹ്റു എഴുതിയ ലക്ഷ്യപ്രമേയമാണ്. ആ കൊല്ലപ്പടുത്തൊന്നും 10th പ്രിലിംസിന് ചോദിച്ചിട്ടില്ല. പണ്ട് കാലത്ത് ചോദിക്കാറുണ്ട്, പക്ഷെ ഇപ്പൊ ചോദിക്കാം. കൊല്ലമേത്, ദിനമേത്? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനത് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓർമ്മയുള്ളവര് നിങ്ങൾ കമന്റ് ചെയ്യ്, ഏതാണ് കൊല്ലവും ദിനവും എന്ന്. ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് എന്തായിട്ട് മാറുന്നത്? ആമുഖമായിട്ട് മാറുന്നത്. ഭരണഘടനാ അസംബ്ലിയിൽ എന്നാണ് ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്? ഒന്ന് എഴുതൂ. മറ്റൊന്നാണ് ബ്രിട്ടീഷുകാർ 1935 പാസ്സാക്കിയ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. എപ്പോഴെങ്കിലും ഒന്ന് ചോദിക്കാറുണ്ട്. ഇപ്പൊ ഡിഗ്രിക്കൊക്കെ ചോദിക്കാറുണ്ട്. ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ. ആ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലെ ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ് പിന്നീട് നിർദ്ദേശക തത്വങ്ങളായി മാറിയത്. നിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങൾ അയർലൻഡിനെ ഓർക്കണം. അയർലൻഡിനാണ് നമ്മൾ നിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തിട്ടുള്ളത്.
പക്ഷേ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എടുക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്നാണ് എടുത്തത്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ കുറിച്ചിട്ട് 7ാം ക്ലാസ്സിലെ പുതിയ പാഠത്തിൽ വിശദമായി പറയുന്നു, നമ്മൾ പഠിച്ചിരിക്കണം. 1935 പാസാക്കിയ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന നിയമസംഹിതയാണ് റിപ്പബ്ലിക്കായി മാറും വരെ നമ്മുടെ രാജ്യം പിന്തുടർന്നത്. നമ്മുടെ ഇന്നത്തെ ഇന്ത്യയിലെ പരമമായ നിയമം ഏതാ? ഭരണഘടനയാട്ടോ. പരമമായ നിയമം ഭരണഘടനയാണ്. പക്ഷേ ഭരണഘടന നിലവിൽ വരുന്നത് വരെ നമ്മൾ പിന്തുടർന്നത് ഏതാണ്? റിപ്പബ്ലിക് ആവുന്നത് വരെ നമ്മൾ ബ്രിട്ടീഷുകാർ 1935 പാസാക്കിയ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. പുതിയ ചോദ്യം വരാം. നമ്മുടെ ഭരണഘടനയുടെ പല ആശയങ്ങളും വ്യവസ്ഥകളും ഈ നിയമത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെടുത്തിട്ടുള്ളത് ബ്രിട്ടനോടോ USA അല്ല, അവിടെ നിന്നൊക്കെ നമ്മൾ കടമെടുത്തിട്ടുണ്ട്. രാജ്യങ്ങളെ മാറ്റി നിർത്തി അല്ലെങ്കിൽ രാജ്യങ്ങളെ കൂടിയെടുത്ത് ചർച്ച ചെയ്യുകയാണെങ്കിലും 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ് നമ്മുടെ ഭരണഘടന ഏറ്റവും കൂടുതൽ കടമെടുത്തിട്ടുള്ളത്. 1950 ജനുവരി 26 നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത്. 1935 സവിശേഷതകൾ: 6 പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭകൾ. ഇനി വന്നാൽ നിങ്ങൾ തെറ്റിക്കരുത്, 35 അന്ന് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പ്രവിശ്യയാണ്. ഇപ്പൊ ഞങ്ങൾ മലബാറുകാരൊക്കെ മദ്രാസ് പ്രവിശ്യയിലായിരുന്നു. 321 വിഭാഗങ്ങളും 10 പട്ടികകളും. ഓർത്തുവെച്ചോ, 35 321 വിഭാഗങ്ങൾ 10 പട്ടിക. 35 ബന്ധപ്പെടുമ്പോൾ 3 2 ഒന്നും കൂടി ചേർത്താ പോരെ? 5 ഇവിടെ തന്നല്ലേ? പിന്നെ 10 പട്ടിക 1 തന്നല്ലേ? കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭ, രാജ്യസഭ ലോക്സഭ എന്നുള്ളത് പോലെയല്ല, അവിടെയും ദ്വിമണ്ഡല സഭ ഉണ്ട്. നമ്മുടെ ഒന്നും പാർലമെന്റ് എന്താണ്? ബൈ ക്യാമറൽ പാർലമെന്റ് ആണ്. ദ്വിമണ്ഡല സഭയാണ് അവിടെ ഉള്ളത്. ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ. കണ്ടുവോ? കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാര വിഭജനം. നമ്മുടെ ഇപ്പോഴും ഉണ്ട് അധികാര വിഭജനം. അതിനേക്കാൾ കൂടുതൽ ഫലപ്രദമായ രീതിയിൽ സംസ്ഥാനങ്ങളിലെ ഗവൺമെന്റും യൂണിയൻ ഗവൺമെന്റും തമ്മിൽ അധികാരം പങ്കിടുന്നുണ്ട്. കുറ്റമറ്റ ഭരണഘടനയ്ക്കായി എന്ന് പറഞ്ഞുകൊണ്ട് അംബേദ്കറുടെ ചിത്രം കൊടുത്തിട്ട ഒരു ഭാഗമുണ്ട്. അവിടെയും ശ്രദ്ധിക്കേണ്ട ചില പുതിയ ചോദ്യങ്ങൾ വരാം. ലോകത്തിലെ ഏറ്റവും മികച്ച ഒന്നാകണം നമ്മുടെ ഭരണഘടന എന്ന ആഗ്രഹം അതെഴുതി തയ്യാറാക്കാൻ നിയോഗിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയ്ക്കുണ്ടായിരുന്നു. ഭരണഘടനയുടെ മുഖ്യ ശില്പി ഡോക്ടർ BR അംബേദ്കർ 60ഓളം രാജ്യങ്ങളിലെ ഭരണഘടനകൾ വിശദ പഠനത്തിന് വിധേയമാക്കുകയുണ്ടായി. എത്ര രാജ്യങ്ങളിലെ? 60ഓളം രാജ്യങ്ങളിലെ. ചോദ്യം വരാം. അംബേദ്കർ എത്ര രാജ്യങ്ങളിലെ ഭരണഘടനയാണ് പഠനത്തിന് വിധേയമാക്കിയത്? 60ഓളം രാജ്യങ്ങളിലെ. ഒറ്റ തവണ വായിച്ചാൽ തന്നെ ഓർമ്മ നിൽക്കുന്ന ചെറിയൊരു കാര്യം. അംബേദ്കറാണ്. അംബേദ്കറിൽ ആയുമുണ്ട് റായുമുണ്ട് അല്ലെ? അംബേദ്കറിൽ ആയുമുണ്ട് റായുമുണ്ട്. 60 ഓർത്തു വെക്കാം. ഓക്കെ. ഇന്ത്യയ്ക്കുള്ള വൈവിധ്യം, ചരിത്ര പാരമ്പര്യം, സംസ്കാരം തുടങ്ങിയ കാര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് വിദേശ ഭരണഘടനകളിലെ ആശയങ്ങൾ നാം സ്വീകരിച്ചിരുന്നത്. ചോദ്യം വരാം. വിദേശ ഭരണഘടനകളിലെ ആശയങ്ങൾ നാം സ്വീകരിച്ചിരുന്നത്: A വൈവിധ്യം, B ചരിത്രം, നമ്മുടെ ചരിത്രം, C സംസ്കാരം. ഇന്ത്യക്കുള്ള വൈവിധ്യം, A ഇന്ത്യക്കുള്ള വൈവിധ്യം, B ഇന്ത്യക്കുള്ള ചരിത്ര പാരമ്പര്യം, C ഇന്ത്യക്കുള്ള സംസ്കാരം. ഇതിലേതെല്ലാം പരിഗണിച്ചാണ്? എയും ബിയും, എയും സിയും, ബിയും സിയും, എയും ബിയും സിയും. അന്നാ നീ സംശയം എഴുതണ്ട, എയും ബിയും സിയും. എയും ബിയും സിയും ഓർത്ത് വെച്ച് പോണ്ട. എന്തോർത്ത് വെച്ച് വരിക? ഇന്ത്യക്കുള്ള വൈവിധ്യം, ചരിത്ര പാരമ്പര്യം, സംസ്കാരം. എന്താ ഈ വാക്ക് അർത്ഥമാക്കണമെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ നിങ്ങളുടെ മനസ്സിലത് നിൽക്കും. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിന്റെ രചയിതാവ്. ഞാൻ ഈ ചോദ്യ ഓർഡറിലാണ് പറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പം എനിക്ക് അപ്പോഴേ ഒരു ധാരണ കിട്ടുള്ളൂ എത്ര ചോദ്യങ്ങൾ കഴിഞ്ഞു എന്നുള്ളത്. 2000 ചോദ്യങ്ങൾ തീരണ്ടേ? അതുകൊണ്ട് കയറി വന്നതാണ് ഈ ചോദ്യം. ഇവിടെ നിന്ന് നിങ്ങൾ വല്ലാതെ പുതിയ ചോദ്യങ്ങൾ ബന്ധപ്പെടണ്ട. പക്ഷെ ചില ചോദ്യങ്ങളെ നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരണം. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നുള്ള ചോദ്യം, അല്ല, അരങ്ങത്തേക്ക് എന്ന നാടകത്തിന്റെ കർത്താവ് VT ഭട്ടതിരിപ്പാട്. VT ഭട്ടതിരിപ്പാടിനെ നിങ്ങൾക്കറിയാമല്ലോ. നമ്പൂതിരി സമുദായത്തിലെ പരിഷ്കർത്താവാണ്. അക്ഷരാഭ്യാസം ഉണ്ടായിരുന്നില്ല. ഒരധകൃത പെൺകുട്ടിയിൽ നിന്നാണ് അദ്ദേഹം വിദ്യാഭ്യാസം നേടുന്നത്. അദ്ദേഹം ആദ്യം വായിച്ച പുസ്തകം മാന്മാർക്ക് കൂടെയാണ്. ഇത് ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അവിടുന്ന് കയറി വന്ന ചോദ്യമാണ്. മാന്മാർക്ക് കൂടെ എന്നീ പദങ്ങൾ വായിച്ചുകൊണ്ട് വായനയുടെ ലോകത്തേക്ക് കടന്നു വന്ന കേരള നവോത്ഥാന നായകനാര്? VT ഭട്ടതിരിപ്പാട്. ആദ്യം വായിച്ചത് മാന്മാർക്ക് കൂടെ പരസ്യമാണ്. ആ പരസ്യവാചകമാണ് വിദ്യാഭ്യസിച്ചതിന് ശേഷം അദ്ദേഹം ആദ്യം വായിക്കുന്നത്. അദ്ദേഹത്തിന്റെ കഥയിൽ പറയുന്നുണ്ട്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് അദ്ദേഹത്തിന്റെ നാടകമാണ്. അരങ്ങത്ത് നിൽക്കുന്ന സ്ത്രീകളെ അടുക്കളയിലേക്ക് കൊണ്ടുപോയതാരാ? നമ്മുടെ സ്ത്രീകളൊക്കെ ഒന്ന് പുറത്തിറങ്ങി
പൊതുസമൂഹത്തിലും ചുറ്റുവട്ടത്തൊക്കെ കറങ്ങി നടക്കുന്നവർ തന്നെയായിരുന്നു. അവരെ മുഴുവൻ അടുക്കളയിലേക്കോ അല്ലെങ്കിൽ സ്വീകരണ മുറിയിലേക്കോ കൊണ്ടുപോയതാരാ? TV. അത് തലതിരിച്ചിട്ടാൽ വീട്ടിയായി. വീട്ടി ഭട്ടതിരിപ്പാട് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് സ്ത്രീകളെ കൊണ്ടുപോയി. TV അരങ്ങത്തുള്ള സ്ത്രീകളെ മുഴുവൻ വീടിൻ്റെ അകത്തളത്തിലേക്ക് വീണ്ടും കൊണ്ടുപോയി. ഓക്കെ, ആലോചിച്ചാൽ മതി കേട്ടോ. വീട്ടി ഭട്ടതിരിപ്പാട് എവിടെ വെച്ചിട്ടാ? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം ആദ്യമായി അവതരിപ്പിച്ചത് എവിടെയാ? എടക്കുനി, തൃശൂർ. എടക്കുനി ഒരെടയിൽ വെച്ചിട്ടാണ്. ആളുകളൊക്കെ എതിർത്തുകൊണ്ട് ഒരെടയിൽ വെച്ചിട്ടാണ് അവതരിപ്പിച്ചത് വിചാരിക്കുക. തൃശ്ശൂരിൽ. അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന ചെറുലേഖനത്തിന്റെ കർത്താവാര്? ഞാൻ യുക്തിവാദി ഒന്നല്ല കേട്ടോ, PSC വന്നുകൊണ്ടാണ്. നമ്മളിതൊക്കെ കേൾക്കാൻ തയ്യാറാവണം. അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക അത്ര അനാചാരങ്ങളുടെ കേന്ദ്ര അധസ്ഥിതനെയൊന്നും അവിടേക്ക് കേട്ടില്ല. അതുകൊണ്ടാണ് അദ്ദേഹം അമ്പലങ്ങൾക്ക് തീ കൊളുത്തണം എന്ന് പറഞ്ഞത്. അത് വീട്ടി ഭട്ടതിരിപ്പാടാ അല്ലേ? ഒരമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിക്കും അല്ലേ? ഇപ്പൊ ഇത് കേൾക്കുന്ന മറ്റു പലരും ഇപ്പൊ എന്താ പറയാ, EMSന്റെ പാർട്ടിയിലല്ലാത്തവരൊക്കെ അത് EMS ആണെന്നാ വിചാരിക്കുക. EMS അല്ല, അത് P കേശവൻ പറഞ്ഞതാണ്. ഒരമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിക്കും. ഇതൊന്നും അമ്പലത്തോടുള്ള വിരോധം കൊണ്ടല്ലട്ടാ. ഓക്കെ. മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം എന്ന നാടകം രചിച്ചതാര്? തെറ്റിപ്പോണ്ട. മറക്കുടയ്ക്കുള്ളിലുള്ള മഹാനരകം എന്ന നാടകം രചിച്ചത് വീട്ടി ഭട്ടതിരിപ്പാടല്ല, അത് MR ഭട്ടതിരിപ്പാടാണ്. MR ഭട്ടതിരിപ്പാടാണ്. വീട്ടിക്ക് പകരം മിസ്റ്റർ ഭട്ടതിരിപ്പാടാണ്. മറയ്ക്കുള്ളിലെ MR എന്നുള്ളതിനായിട്ടാണ് ഞാൻ മിസ്റ്റർ ആക്കി മാറ്റിയത്. മറക്കുടയ്ക്കുള്ളിലെ മഹാനാരം. മിസ്റ്റർ എന്ന് പറയുമ്പോൾ മാന്യനല്ലേ? ഒരു പുരുഷൻ മാന്യനാവുന്നത് എപ്പോഴാണ്? ഒരു സ്ത്രീയുടെ അന്തസ്സിനെ ബഹുമാനിക്കുമ്പോഴാണ് ഒരു പുരുഷൻ മാന്യനാവുക. സ്ത്രീ ഉണ്ടെങ്കിലേ പുരുഷനുള്ളൂ. പുരുഷന്മാരുടേത് മാത്രമുള്ള ലോകത്ത് ഒരു പുരുഷന് മറ്റൊരു പുരുഷനെ പുരുഷനായി തിരിച്ചറിയാൻ പറ്റില്ല. സ്ത്രീകൾ ഉള്ളത് കൊണ്ടാണ് പുരുഷനും പുരുഷത്വവും ഉണ്ടാവുന്നത്. പുരുഷനുള്ളത് കൊണ്ടാണ് സ്ത്രീത്വം ഉണ്ടാവുന്നത്. ഒരു സ്ത്രീയെ തിരിച്ചറിയാൻ കഴിയുമ്പോഴാണ് ആലോചിക്കുക ഒരു പുരുഷൻ പുരുഷനാവുന്നത്. അവരുടെ അഭിമാനത്തെ, അന്തസ്സിനെ വില കൊടുക്കാൻ പറ്റുമ്പോൾ. അപ്പൊ MR മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം. നോക്കൂ, MR ഇവിടെ തന്നെ അല്ലേ? മറക്കുടയ്ക്കുള്ളിലെ എന്നുള്ളവർ തന്നെ MR ഇല്ലേ? പഠിക്കാൻ എന്ത് ബുദ്ധിമുട്ട്. MR ഭട്ടതിരിപ്പാട്. മറക്കിലുള്ളിലുണ്ട് MR ഭട്ടതിരിപ്പാട് അല്ലെങ്കിൽ മിസ്റ്റർ എന്നോർത്ത് വയ്ക്കുക, മാന്യൻ. നമ്പൂതിരി സമുദായ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഘൃതുമതി എന്ന നാടകം രചിച്ചത് അതും MP ഭട്ടതിരിപ്പാടാ. അപ്പൊ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് അത് വീട്ടിയ. TV-നെ ഓർക്കുക. ബാക്കി രണ്ട് നാടകങ്ങൾ ചോദിക്കുമ്പോൾ മറക്കുടയ്ക്കുള്ള മഹാനരകം എന്ന നാടകം, ഘൃതുമതി എന്ന നാടകം, ഇതൊക്കെ PSCക്ക് ചോദിച്ചതാ. MP ഭട്ടതിരിപ്പാടാ. കൺഫ്യൂഷൻ ഉണ്ടാവണ്ട. ഇനി മറക്കുവോ? മറക്കരുത്. ആ മാർക്കിട്ട് പോണം. അത് MR ഭട്ടതിരിപ്പാട്, ഇത് MR ഭട്ടതിരിപ്പാടാണ്. ഓക്കെ. കേരളത്തിലെ ദരിദ്ര വിദ്യാർത്ഥികൾക്ക് പഠന സാഹചര്യം ഉണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് VT ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ 1931 നടത്തിയ കാൽനട പ്രചരണ ജാഥ ഏത്? യാചനായാത്ര ചോദിച്ചിട്ടുണ്ട്. അതായത് നമ്പൂതിരി സമുദായത്തിലെ പാവപ്പെട്ട ദരിദ്രരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടി കാശ് തെണ്ടിപ്പിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, യാചന ചെയ്ത് കാശ് മേടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം യാചനായാത്ര നടത്തിയത്. ചോദിച്ചിട്ടുണ്ട്. യാചനായാത്ര ആരാണ്? VT ഭട്ടതിരിപ്പാടാണ്. ആദ്യം വായിച്ചത് മാന്മാർക്ക് കുടയാണ്. ഓർക്കണം. യാചനായാത്ര പോലെ പട്ടിണി ജാഥ ചോദിച്ചിട്ടുണ്ട്. AKG ആണ്. മദ്രാസിലേക്കായിരുന്നു. ആ പ്രവിശ്യയിലെ ജനങ്ങളുടെ ബുദ്ധിമുട്ടിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്, കർഷക തൊഴിലാളികളുടെയൊക്കെ ബുദ്ധിമുട്ടിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് മദ്രാസിലേക്കായിരുന്നു യാത്ര. കാരണം അന്ന് മലബാർ മദ്രാസ് പ്രവിശ്യയില, അവിടുത്തെ സർക്കാരിന്റെ, പ്രവിശ്യ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനാണ്. മറ്റൊന്നാണ് സവർണ ജാഥ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ്. മന്നത്ത് പത്മനാഭനാണ് നയിച്ചത്. ജാഥകളെ ഓർക്കണം. ഇപ്പൊ യാചനായാത്ര VT ഭട്ടതിരിപ്പാട്, സവർണയാത്ര ആരാണ്? മന്നത്ത് പത്മനാഭൻ. പട്ടിണി ജാഥ ആരാണ്? AKG. VT ഭട്ടതിരിപ്പാടിന്റെ യാചനായാത്ര നടത്തിയത് തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരിപ്പുഴ എന്ന് പറഞ്ഞാൽ കാസർഗോഡ്. ഓർക്കേണ്ടതാണ് യോഗക്ഷേമ സഭ. നമ്പൂതിരി സമുദായത്തിലെ പരിഷ്കരണങ്ങൾക്ക് വേണ്ടി വന്ന യോഗക്ഷേമ സഭ ഉണ്ടാവുന്നത് 1908 യോഗക്ഷേമ സഭയുടെ മുദ്രാവാക്യം PSC ചോദിച്ചിട്ടുണ്ട്, നമ്പൂതിരിയെ മനുഷ്യനാക്കുക. ഇതൊക്കെ പഴയകാല ചോദ്യങ്ങളാണ്. പക്ഷേ മറ്റൊരു പുതിയ കാല ചോദ്യത്തിലേക്ക് പോകാം. കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യനാണ്. സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണെന്ന് കണ്ടെത്തിയതാര്? നമുക്കറിയാം, ഐസക് ന്യൂട്ടനും തോമസ് ആൽവ എഡിസനൊക്കെ
ഇതിൽ തോമസ് ആൽവ എഡിസനോ ഐസക് ന്യൂട്ടനോ ഒന്നും അതിൽ വലിയ പങ്കില്ല. ഗുരുത്വാകർഷണമാണ് ആര്? ഐസക് ന്യൂട്ടൻ. നമുക്കറിയാം ബൾബ് പോലെയുള്ള സാധനങ്ങളുടെ കണ്ടെത്തലാണ് എഡിസൺ. പക്ഷേ നമുക്കറിയാം ഇതൊക്കെ സൗരയൂഥവുമായി ബന്ധപ്പെട്ടതാ ഗലീലിയോയും നിക്കോളാസ് കോപ്പർനിക്കസും. അറിയാവുന്നവർക്കൊരു സംശയം ഉണ്ടായിരിക്കും ആരാ വരിക എന്നുള്ളത്. അറിയാത്തവർക്ക് പിന്നെ ഒരു സംശയം ഉണ്ടാവില്ല. വേണമെങ്കിൽ അത്രമാത്രം ഒരു ക്ലിയർ ആയ ചോദ്യമല്ല. പക്ഷേ ടെക്സ്റ്റ് ബുക്കിനെ ബേസായി പറയുകയാണെന്ന് വെച്ചാൽ നമ്മൾ നിക്കോളാസ് കോപ്പർനിക്കസ് ആണ് കൊടുക്കേണ്ടത്. ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. കാരണം സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണെന്ന് ഇവർക്ക് മുന്നേ പറഞ്ഞ ആളുണ്ട്. കണ്ടെത്തിയതാര് എന്ന് ചോദിച്ചാൽ അത് കണ്ടെത്തലല്ല, ഒരു സിദ്ധാന്തം ആവിഷ്കരിച്ചതാണ്. സൗരസിദ്ധാന്തം, സൂര്യകേന്ദ്രീകൃത സിദ്ധാന്തം. സൂര്യനാണ് സൗരയൂഥത്തിന്റെ കേന്ദ്രം എന്ന് കണ്ടെത്തിയത്. അതുവരെ ഭൂമിയാണ് ഈ പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്ന് വിശ്വസിച്ചിരുന്നവരാണ് നമ്മളിൽ പലരും. ഭൂമിയെ ചുറ്റിയിട്ടാണ് ഈ ലോകം തിരിയുന്നത്. ഇത് നവോത്ഥാനം, യൂറോപ്പിലെ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് 7ാം ക്ലാസ്സിലെ പാഠത്തിലാണ് ഇത് വരുന്നത്. സയൻസ് അവിടെ ആരും തപ്പൂല. പക്ഷേ നവോത്ഥാനം ശാസ്ത്രത്തിലും എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്. അത് നിങ്ങൾ 10ാം ക്ലാസ്സിലെ കേരളം ആധുനികതയിലേക്ക് എന്നുള്ള ഭാഗം പഠിക്കുമ്പോഴും നിങ്ങൾ ഓർക്കണം. യൂറോപ്പിലുണ്ടായിട്ടുള്ള നവോത്ഥാനമാണ്. അമേരിക്കൻ വിപ്ലവം ഇതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. യൂറോപ്പിലുണ്ടായിട്ടുള്ള നവോത്ഥാനമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ വരെ സ്വാധീനിച്ച ഒരു എന്തായിട്ട് മാറുന്നത്, ഒരു കറണ്ട് ആയിട്ട് മാറുന്നത്. ഓക്കെ, നമുക്ക് പിന്നെ പറയാം. അത് നിങ്ങൾക്ക് മെയിൻസിന് പഠിക്കേണ്ടതാ, അവിടെ ഓർക്കണം. നിങ്ങൾ ഇപ്പം എത്ര ആലോചിച്ചാൽ മതി. യൂറോപ്പിലെ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട പാഠത്തിലും സയൻസുമായി ബന്ധപ്പെട്ട ഈ ഭാഗം വരുന്നുണ്ട്. അവിടെ എന്താ പറയുന്നത്? ഭൂമിയാണ് പ്രപഞ്ച കേന്ദ്രം എന്ന ധാരണയായിരുന്നു മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നത്. ഈ ആശയം തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടത് നവോത്ഥാന കാലഘട്ടത്തിലാണ്. കോപ്പർനിക്കസ് എന്ന ശാസ്ത്രജ്ഞൻ സൗരയൂഥ സിദ്ധാന്തം ആവിഷ്കരിക്കുകയും സൂര്യനാണ് സൗരയൂഥത്തിന്റെ കേന്ദ്രമെന്ന് സ്ഥാപിക്കുകയും ചെയ്തു. 2 മിനിറ്റ് PSCക്ക് ഗുണം ചെയ്യും നിങ്ങൾക്ക്. പാരഡൈം ഷിഫ്റ്റ് എന്ന് പറയും. നിങ്ങളുടെ കാഴ്ചപ്പാടിലുള്ള വ്യത്യാസം. നിങ്ങളുടെ കാഴ്ചപ്പാടിലുള്ള വ്യത്യാസം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. കാഴ്ചപ്പാടിലുള്ള വ്യത്യാസമാണ് ലോകത്തെ മാറ്റിമറിച്ചത്. രാജാധികാരം ദൈവദത്തമല്ല എന്ന് മനുഷ്യൻ മനസ്സിലാക്കുന്നതോടുകൂടിയാണ് രാജാക്കന്മാരുടെ കാലം കഴിയുകയും എല്ലാ രാജ്യങ്ങളിലും സ്വാതന്ത്ര്യ സമരം വരികയും ജനാധിപത്യത്തിന്റെ കാലം ആരംഭിക്കുകയും ചെയ്തു. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ശാസ്ത്രീയമായ കണ്ടെത്തലുകൾ മാത്രമല്ല, മനുഷ്യന്റെ ചിന്താരീതിയിൽ ഉണ്ടാവുന്ന വ്യത്യാസം, അതിനെ സ്വാധീനിക്കുന്നത് ശാസ്ത്രീയമായ കണ്ടെത്തലുകളാണ്. അപ്പൊ ഭൂമി സൂര്യനെ ചുറ്റുകയാണ് എന്നുള്ള കണ്ടെത്തൽ ലോകത്ത് വലിയ മാറ്റമാണ് വരുത്തിയിട്ടുള്ളത്. അത് യാഥാർത്ഥ്യബോധത്തോടു കൂടിയുള്ള കണ്ടെത്തലാണ്. നിങ്ങൾക്കും ചില അന്ധവിശ്വാസങ്ങളുണ്ട് പലർക്കും. PSC ഭാഗ്യമാണ് അല്ല എന്ന് പറയും. ഞാൻ എൻ്റെ തെളിവാണ്. ഞാൻ എക്സാമിന് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. അതൊന്നിനല്ല, കൂടുതൽ എക്സാമുകൾ കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം. അതിൻ്റെ അർത്ഥം എന്താ? ഒരാൾക്ക് തന്നെ ലോട്ടറി ടിക്കറ്റ് അടിക്കുള്ളൂ, ഭാഗ്യാണിച്ചാൽ ഒരു തവണയല്ലേ വരുള്ളൂ. ഞാൻ പഠിപ്പിച്ച കുട്ടികളിൽ ബഹുഭൂരിഭാഗത്തിനും 1 കിട്ടിയാൽ പിന്നെ അങ്ങോട്ട് പടക്കം പൊട്ടണത് പോലെ, മാലപ്പടക്കം പൊട്ടണത് പോലെ മാഷ അടുത്തേൽ വന്നു. ഇന്ന് രാവിലെ ഒരാൾ എന്നെ വിളിച്ചിട്ടേ ഉള്ളൂ. എൻ്റെ പഴയ സ്റ്റുഡൻറ്റാ, ഇപ്പൊ പോലീസിലാണ്. ഹരീഷ് കാടഞ്ചേരി. ഇന്നലെ വിളിച്ചു. അയാൾക്ക് ഇതിൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ എന്തിലാ പറയാ, ദേവസ്വം ബോർഡിലാണ്. പക്ഷെ തിരുവിതാംകൂറാ, പോകുന്നില്ല. ഓക്കെ, എന്താണ് അഭിപ്രായം എന്നറിയാൻ വേണ്ടി വിളിച്ചതാ. ഞാൻ പറഞ്ഞത് അയാളുടെ അഭിപ്രായമല്ലേ, എന്താ അയാൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുക. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് PSC ഭാഗ്യമല്ല. ഇത് മനസ്സിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങളോടുള്ള സമീപനവും തന്നെയായിരിക്കും. അത് മനസ്സിൽ എടുത്തു മാറ്റണം. കൃത്യമായി സ്മാർട്ടായിട്ട് പഠിച്ചാൽ PSC നമ്മുടെ പരിധിയിൽ വരും. സ്മാർട്ടായിട്ട് പഠിക്കണം, ഹാർഡായിട്ട് പഠിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, അതാ ഞാൻ പറഞ്ഞ പാരഡൈം. നിങ്ങളുടെ കാഴ്ചപ്പാടിലുണ്ടാകുന്ന മാറ്റം നിങ്ങളുടെ പ്രവർത്തനത്തിൽ പ്രതിഫലിക്കുന്നത്. അപ്പം നിങ്ങൾ ഇങ്ങനെ ലക്ഷ്യമില്ലാതെ അത് പഠിച്ചാലാണോ വരിക, ഇത് പഠിച്ചാലാണോ വരിക, ദൈവമേ ഇതാവും പഠിക്കുക, ഒന്ന് റാങ്ക് ബുക്ക് ഒന്ന് മന്ത്രം ചൊല്ലുക, പ്രാർത്ഥിക്കണം. ദൈവത്തോടൊക്കെ നമുക്ക് വിശ്വാസം ഉണ്ടാവണമുള്ളവർക്ക്. ഞാനും വിശ്വാസി തന്നെയാണ്. പക്ഷെ പണിയെടുക്കേണ്ടത് നമ്മളാ. അത് യുക്തിബോധമുള്ളതായിരിക്കണം. അതിനാണ് നമുക്ക് തല തന്നിട്ടുള്ളത്, ബുദ്ധി തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആരുടെ കാലഘട്ടത്തിലാണ്? കോപ്പർനിക്കസ് എന്ന ശാസ്ത്രജ്ഞൻ സൗരയൂഥ സിദ്ധാന്തം ആവിഷ്കരിക്കുകയും സൂര്യനാണ് സൗരയൂഥത്തിന്റെ കേന്ദ്രമെന്ന് സ്ഥാപിക്കുകയും ചെയ്തു. അപ്പൊ നമുക്ക് അവിടെ തന്നതിൽ കോപ്പർനിക്കസിനെ കൊടുക്കാം. അപ്പൊ ഗലീലിയോന്റെ പങ്കെന്താ? ഗലീലി ടെലിസ്കോപ്പ് വികസിപ്പിക്കുകയും അതിലൂടെ സൗരയൂഥ സിദ്ധാന്തം ശരിയാണെന്ന് തെളിയിക്കുകയും ചെയ്തു.
അപ്പൊ സൗരയൂഥ സിദ്ധാന്തം തെളിയിച്ചതാരാണെന്ന് പറഞ്ഞിട്ട് ഗലീലിയോയുടെ പേര് തന്നാൽ അത് മാത്രമല്ലട്ടാ, പക്ഷെ ഒരു 10th പ്രിലിംസിന്റെ സ്കോപ്പിൽ അങ്ങനത്തെ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾ ഗലീലിയോ എന്ന് എഴുതുക 7ാം ക്ലാസ് പുസ്തകത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട്. എന്നാൽ സൗരയൂഥ സിദ്ധാന്തം കണ്ടെത്തിയതാര് എന്ന് ചോദിച്ചാൽ അത് കോപ്പർനിക്കസ് ആണ്. അതിനു മുന്നേ തന്നെ ആ ഒരു കാര്യമൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അവിടെ നിങ്ങൾ ഓർക്കേണ്ടതില്ല, ഈ ഭാഗമാണ് അവിടെ നിങ്ങൾ നോക്കേണ്ടത്. അച്ചടി യന്ത്രം കണ്ടുപിടിച്ചതോടെ നവോത്ഥാന ആശയങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തി. ഇനി എന്താണ് ബഹിരാകാശം? ചില നിർവചനങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് മറന്നുപോകും, അത് ഓർത്തു വെച്ചോളൂ. നമ്മുടെ മനസ്സിലേക്ക് വളരെ സിമ്പിളായിട്ട് കയറ്റാൻ പറ്റാവുന്ന ചില നിർവചനങ്ങളുണ്ട് PSC പരീക്ഷയ്ക്ക് നോക്കുന്നത്. വ്യാപ്തം എന്താണെന്ന് PSC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഒരു വസ്തുവിന് നിലനിൽക്കാൻ ആവശ്യമായ സ്ഥലമാണോ വ്യാപ്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വേറെ ഒന്നുമല്ല. ഒരു കോഴിമുട്ടയ്ക്ക് ഒരു ഇത്ര സ്ഥലം പോരെ? ഒരാനയ്ക്ക് ഒരുപാട് സ്ഥലം വേണ്ടേ? അതിനിടയിലല്ലേ നമുക്ക് സ്ഥലം വേണ്ടുള്ളൂ. ഒരു കോഴിമുട്ട, നമ്മൾ, ഒരാന. ആർക്കാ വ്യാപ്തം കൂടുതൽ? ആനയ്ക്ക്. കാരണം ഒരു വസ്തുവിന് നിലനിൽക്കാൻ ആവശ്യമായ സ്ഥലത്തെയാണ് വ്യാപ്തം എന്ന് പറയുന്നത്. മർദ്ദം ചോദിച്ചിട്ടുണ്ട്. എന്താ മർദ്ദം? യൂണിറ്റ് ഏരിയയിൽ അനുഭവപ്പെടുന്ന ബലമാണ് മർദ്ദം. ഇപ്പൊ ഒരു വലിയ ഒരു കടലാസ് എടുക്കുക. ആ കടലാസിൽ പല സ്ഥലത്തായിട്ട് മർദ്ദം അനുഭവപ്പെടുന്നു. അപ്പൊ നമ്മൾ ആ കടലാസിനെ നമ്മൾ 1 സെന്റിമീറ്റർ നീളവും 1 സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു കഷ്ണാക്കി മാറ്റി വിചാരിച്ചോളൂ. 1 മീറ്ററാണ് വേണ്ടത്, അവിടേക്ക് പോട്ടെ. 1 മീറ്ററുമുള്ള നമ്മൾ കടലാസ് ആയതുകൊണ്ട് നമുക്ക് 1 സെന്റിമീറ്റർ എടുക്കാം. അപ്പൊ 1 സെന്റിമീറ്റർ സ്ക്വയറിൽ അനുഭവപ്പെടുന്ന ബലമുണ്ടല്ലോ, അതിനെ നമുക്ക് മർദ്ദം എന്ന് വിളിക്കാം. ക്ലിയർ ആവുന്നുണ്ടോ? മർദ്ദം ക്ലിയർ ആയില്ലേ? ഇനി എന്താ പിണ്ഡം? ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് പിണ്ഡം. ഒരു വലിയ പഞ്ഞിക്കെട്ടുണ്ട്, അതിന്റെ പിണ്ഡമാണോ? ഒരു ചെറിയ നല്ല കനമുള്ള ഒരു ഇരുമ്പുഗോളമുണ്ട്. ഏതിലാ ദ്രവ്യം കൂടുതൽ? ചെറിയ ഇരുമ്പുഗോളത്തിലാ. അതിൽ ദ്രവ്യം കൂടുതലുള്ളതുകൊണ്ടാണ് അതിന് ഭാരം അനുഭവപ്പെടുന്നത്. പക്ഷെ പിണ്ഡവും ഭാരവും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താ പിണ്ഡവും ഭാരവും തമ്മിലുള്ള വ്യത്യാസം? പിണ്ഡം എന്ന് പറഞ്ഞാൽ ആ വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാ. അത് വ്യാപ്തത്തിനെ ആശ്രയിച്ചിട്ടല്ലട്ട, അതിനെ മാത്രം ആശ്രയിച്ചിട്ടല്ല. ഇരുമ്പിന്, ഒരു ചെറിയ ഇരുമ്പുണ്ടയ്ക്ക് ഒരു വലിയ പഞ്ഞിക്കെട്ടിനെക്കാട്ടും ഭാരം കൂടും. കാരണം ആ ഇരുമ്പുണ്ടയിൽ കൂടുതൽ ദ്രവ്യമുണ്ട്, അവിടെ സാന്ദ്രത കൂടുതലാണ്. ആ ഇരുമ്പുണ്ടയെയും പഞ്ഞിക്കെട്ടിനെയും ഭൂമി ആകർഷിക്കുന്നുണ്ട്. ഗുരുത്വാകർഷണ ബലം ഉണ്ടാകുന്നത് കൊണ്ടാണ് അവിടെ ബലമാണ്. ഗുരുത്വാകർഷണ ബലമായിട്ടാണ് അതിന് ഭാരം അനുഭവപ്പെടുന്നത്. അവിടെ ഭാരം എന്ന് പറയുന്നത് ഒരു ബലമാണ്. ഭാരം എന്ന് പറയുന്നത് എന്താണ്? യഥാർത്ഥത്തിൽ ബലമാണ്. ദ്രവ്യത്തിന്റെ അളവ് പിണ്ഡമാണ്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഇപ്പൊ പിണ്ഡം എന്താ, ഭാരം എന്താന്നുള്ള വ്യത്യാസം മനസ്സിലാക്കിയില്ലേ? ഇതൊക്കെ കൺസെപ്റ്റ് മനസ്സിലാക്കിയ PSC പരീക്ഷയ്ക്ക് മാർക്ക് കീശയിലാവും. നമുക്ക് തിരിച്ചു പോകാം. ഇപ്പൊ ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തുള്ള വായുരഹിതമായ സ്ഥലമാണ് ബഹിരാകാശം. ഭൂമിയുടെ അന്തരീക്ഷം നിങ്ങൾക്കറിയാലോ, പല സ്ഫിയറുകളുണ്ട്. സ്ട്രാറ്റോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ പഠിച്ചിട്ടില്ലേ? ഞാൻ അതിലേക്ക് പോകുന്നില്ല. അങ്ങനെ ഭൂമിയുടെ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ഭൂമി ഗുരുത്വാകർഷണ ബലം കൊണ്ട് വായുവിനേക്ക് ഇങ്ങനെ അടക്കി പിടിച്ച് നിർത്തുന്നുണ്ട്. അതൊക്കെ ഭൂമിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തുനിന്നാണ് തുടങ്ങുകയാണ് ബഹിരാകാശം. അപ്പോ ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തുള്ള വായുരഹിതമായ സ്ഥലം വായിക്കുമ്പോൾ മനസ്സിരുത്തി വായിക്കുക. വായുരഹിതമായ സ്ഥലം, അതാണ് ബഹിരാകാശം എന്ന് പറയുന്നത്. ഇനി അതേ ഭാഗത്ത് തന്നെ വരുന്നു ഒരു പുതിയ ചങ്ങാതി, ആൽഫ സെന്റോറി. എന്താ ആൽഫ സെന്റോറി? നമ്മൾ ഒരു ക്ലാസ്സിൽ പറഞ്ഞത്. എന്താ ആൽഫ സെന്റോറിയുമായി ബന്ധപ്പെട്ട് PSCക്ക് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, മുൻകാലങ്ങളിൽ ചോദിച്ചത്. എന്നാൽ ഇപ്രാവശ്യം പറയുന്നു 16 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാവുന്ന വലിപ്പം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 16 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാവുന്ന വലിപ്പമുള്ളതാണ് ആൽഫ സെന്റോറി. അപ്പൊ ഹായ് ഫ്രണ്ട്സ്, അതിനിടയിൽ നമുക്കൊരു കാര്യത്തിൽ കൂടി കടന്നു പോയിട്ട് പറയാം. ഇതിനിടയിൽ നമുക്കൊരു ചെറിയ കാര്യം കൂടി. നിങ്ങൾക്ക് ഇങ്ങനെ കംപ്ലീറ്റ് സിലബസിൽ നമ്മളിത് ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ചെയ്തു പോകട്ടോ. നമ്മുടെ ഒരു വർഷം വ്യത്യസ്ത ക്വസ്റ്റ്യൻ പേപ്പറുകൾ വ്യത്യസ്ത വിഷയങ്ങളിലൂടെയൊക്കെ കടന്നു പോകും. പക്ഷെ നിങ്ങൾക്ക് മുഴുവൻ വിഷയങ്ങളിലും പഠിക്കേണ്ടത് മാത്രം പഠിച്ചു പോകണം എന്നൊരു താല്പര്യമുണ്ട് നിങ്ങൾക്ക്. അതിനൊരു ലേണിംഗ് പ്ലാൻ വേണം, അതിന് ദിവസവും എക്സാം വേണം, അതിന് കൃത്യമായ റിവിഷൻ നടന്നു പോകണം. എന്നിട്ട് ആ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഒരു റിപ്പോർട്ട് കിട്ടി, അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ പഠനം ഒന്നും കൂടി ഉഷാറാക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറും 499 രൂപയ്ക്ക്
അഫോർഡബിൾ പ്രൈസിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ, ബീവറേജ് LDC, LGS വാരിയസ് കമ്പനി കോർപ്പറേഷൻ. ഇതൊക്കെ 2025 പ്രതീക്ഷിക്കാവുന്ന PSC പരീക്ഷകളാണ്. 2026 ഇനി ഇതിനിടയിൽ ചെറിയ ചെറിയ LDC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമാനമായ SRST ഒക്കെ വരാൻ സാധ്യതയുണ്ട്, വളരെ കുറഞ്ഞ ഒഴിവുള്ളത്. അത്തരത്തിലുള്ള എല്ലാ 10th ലെവൽ എക്സാമുകൾക്കും ഒരേ സിലബസ് ആണ് ഏറെക്കുറെ. ചെറിയ വ്യതിയാനങ്ങൾ വരും, അതിനനുസരിച്ചിട്ട് ആ വ്യതിയാനങ്ങൾ നമ്മുടെ ആ എക്സാമിന് വേണ്ടിയിട്ടുണ്ടാവും. ഉള്ള ഒരു വർഷത്തെ കോഴ്സിന് അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു വർഷവും 499 രൂപയുള്ള ഒരു വർഷത്തേക്ക് ഓൺലി 499. ലിങ്ക് ഞാൻ താഴെ നൽകുന്നത്, നേരെ അതിൽ കയറാം. കയറി കഴിഞ്ഞ് നിങ്ങൾ ജോയിൻ ചെയ്താൽ ഞാൻ അറിയും. ജോയിൻ ചെയ്താൽ നിങ്ങളൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. ഓരോ ഒന്നര ആഴ്ചയുടെ ഇടയിലും ഒരു ലൈവ് ക്ലാസ് നിങ്ങളോടൊക്കെ സംസാരിക്കാനുള്ള നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആ കോഴ്സ് ഒന്നും കൂടി നിങ്ങളുടെ ബുദ്ധിമുട്ടിനെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ പരിഹരിക്കാനുള്ള കോഴ്സാക്കി മാറ്റിയിട്ടുണ്ട്. 499 രൂപയും അഫോർഡബിൾ പ്രൈസിലാണ്. ഒരു PSC ജോലിക്ക് ആവശ്യമായ എല്ലാ മെറ്റീരിയലും അതിലുണ്ട്. ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് ഉണ്ട്. അതിൽ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമല്ല, സബ്ജക്ട് വൈസ് ഉണ്ട്, ഒരു ലേണിംഗ് പ്ലാൻ ഉണ്ടായിരിക്കും. അതിന് മാസമാണ് നിങ്ങൾ അടയ്ക്കാൻ തയ്യാറാവണമെന്ന് വെച്ചാൽ 100 രൂപ അടച്ചാൽ മതി. ഓക്കെ, ഇനി ഇതിന് ലൈവ് വേണോ? ലൈവിലേക്ക് ഞാൻ ആളെ ചെയ്യാറ്. കാരണം ഒരു ലൈവ് ക്ലാസ്സിൽ ഞാൻ ഒരാൾ സംശയം തീരുന്നത് വരെ പറയും. അപ്പൊ ലൈവ് ക്ലാസ്സിന് 1200 രൂപയാണ്. ഈ എല്ലാം ഉണ്ട്, ഡെയിലി ലേണിംഗ് പ്ലാൻ ഉണ്ട്, റെക്കോർഡ് ക്ലാസ് ഉണ്ട്, അതുപോലെ തന്നെ ലൈവ് ക്ലാസ്, മറ്റേ മോക്ക് ടെസ്റ്റുകളുണ്ട്, മറ്റേലുണ്ട് മോക്ക് ടെസ്റ്റ്, PDF നോട്ട് എല്ലാം അടങ്ങി പ്ലസ് ലൈവ് ക്ലാസ്സും കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് 1200 രൂപയാണ്. ഒരു മാസം നിങ്ങൾ 150 രൂപയോ അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് 1200 രൂപയോ അടയ്ക്കാം. അതിൻ്റെ ലിങ്കും താഴെയുണ്ട്. അപ്പോഴും ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അവിടെ പിന്നെ നിങ്ങൾക്ക് ദിവസവും എന്നെ കാണാം. ഇനി അടുത്തത് നമ്മുടെ സ്വപ്ന ബാച്ചാണ്. വെറും 100 പേർക്ക് മാത്രമാണ്. ആ 100 പേർക്ക് മാത്രമുള്ള അഡ്മിഷനുള്ള ക്ലാസ്സുകളിലേക്ക് കുട്ടികൾ ജോയിൻ ചെയ്തു തുടങ്ങി. അവിടെ ഒരു കുട്ടി ഒരു ബാച്ചാണ്. നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ എടുത്ത് ശ്രദ്ധിക്കും. നിങ്ങളുടെ ഓരോ ആവശ്യങ്ങളും നിറവേറ്റി തരും. ഏത് ഭാഗത്തും എപ്പോഴും നിങ്ങൾക്ക് എന്നെ പ്രതീക്ഷിക്കാം. പിന്നെ അവിടെ ഹാബിറ്റ് ട്രാക്കർ, നിങ്ങളുടെ പഠനം ഒരു ശീലമാക്കി മാറ്റുന്നതിനുള്ള ഹാബിറ്റ് ട്രാക്കർ ഉണ്ട്, മെമ്മറി ടെക്നിക്സുകൾ, അങ്ങനെ സകല വിഭവങ്ങളും കൂടി ഞാൻ നേരിട്ട് മെൻറ്റർ ചെയ്യുന്ന ബാച്ചാണ്. 100 വിദ്യാർത്ഥികൾക്ക് 8000 രൂപയുടെ കോഴ്സ് ഇപ്പോൾ ഓഫർ പ്രൈസ് 5500 ആണ്. അതിപ്പോൾ 4999 രൂപയ്ക്ക് കിട്ടും. ഓക്കെ, ഇത്രയും കോഴ്സുകളുണ്ട്. ഈ കോഴ്സിലേക്ക് മാത്രം എൻ്റെ നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക. 8075963937 8075963937 ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്ത് എനിക്കും നിങ്ങൾക്കും ബോധ്യമായതിനു ശേഷമേ നിങ്ങളെ ആ കോഴ്സിൽ ചേർക്കുള്ളൂ. ബാക്കി 2 കോഴ്സുകളുടെയും ലിങ്ക് ഞാൻ താഴെ നൽകുന്നുണ്ട്. ലിങ്കിലൂടെ നിങ്ങൾ പ്രവേശിക്കുക, നിങ്ങൾക്ക് കോഴ്സ് ചേരാം. മറ്റത് എന്തുകൊണ്ട് ലിങ്ക് നൽകുന്നില്ല, അതിന് എനിക്ക് നിങ്ങളെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, അത് മാത്രമാണെങ്കിലാണ് അതിലേക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ. നമുക്ക് തിരിച്ചു പോകാം. അപ്പോൾ ആൽഫ സെന്റോറിയുടെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. 16 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാവുന്ന വലിപ്പമാണ്. എത്രയാ? 16 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാവുന്ന വലിപ്പം. ഭൂമിയിൽ നിന്ന് 40 ലക്ഷം കോടി കിലോമീറ്റർ അകലെ. അത് രണ്ടും ഓർമ്മിച്ച് വെച്ചോ. 16 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാവുന്ന വലിപ്പം. 16 ലക്ഷം മനസ്സിലേക്കായിട്ട് കയറണം. ആ 16 അതിനോടൊപ്പമുള്ള 5 പൂജ്യവും പിന്നെ പോവില്ല. നിങ്ങൾ കാണുന്നുണ്ടോ? 16 അതിനോടൊപ്പമുള്ള 5 പൂജ്യം. അത്രയും ഭൂമിയെ കൊള്ളാവുന്ന വലിപ്പമാണ് ആൽഫ സെന്റോറി. എന്തായിരിക്കും വലിപ്പം അല്ലേ? കോടിക്കണക്കിന് മനുഷ്യന്മാരെയും കോടാനുകോടി ജീവജാലങ്ങളെയും വലിയ സമുദ്രങ്ങളെയും ഹിമാലയം തൊട്ട് ആനമുടി വരെയുള്ള വലിയ പർവ്വതങ്ങളെയൊക്കെ ഉൾക്കൊള്ളുന്ന ഭൂമി. ആ ഭൂമിയെ പോലെ 16 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാനുള്ള വലിപ്പമുണ്ട് ആൽഫ സെന്റോറിക്ക്. ഓർത്തു വെക്കുക. 40 ലക്ഷം കോടി കിലോമീറ്റർ അകലെയാണ്. ഇപ്പം എത്ര ദൂരത്താവും അല്ലേ? അതൊക്കെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്മാർക്ക് കൊടുക്കണ്ടേ നമ്മൾ സല്യൂട്ട് അല്ലേ? അതൊക്കെ ഒന്ന് കണക്കാക്കാൻ പറ്റിയ ഒരാൾ ആലോചിച്ച് നോക്കൂ. ഇനി അടുത്തത് സൂര്യനെ കുറിച്ചിട്ടാ. മറ്റാൾ 16 ലക്ഷമാണ് വെച്ചത് 13 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളും സൂര്യൻ. 13 ലക്ഷം ഭൂമിയെ. ഓക്കെ, 15 കോടി കിലോമീറ്റർ അകലെയാണ്. മറ്റേ 40 കോടി കിലോമീറ്റർ അകലെയാണെങ്കിൽ ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള അകലം ഓർത്തു വെച്ചോ. ഇനി ഭൂമിയോ മോശക്കാരനല്ല. 50 ചന്ദ്രനെ ഉൾക്കൊള്ളാവുന്ന വലിപ്പമാണ്. പണ്ട് PSCക്ക് ചോദിച്ചിട്ടുണ്ട്. ശരി, ചോദിക്കാം. കാരണം 7ാം ക്ലാസ്സിലെ ബുക്കിൽ വന്നു. ഇതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. ഓക്കെ, ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് 3.84 ലക്ഷം കിലോമീറ്റർ അകലെയാണ്. 3.84 ലക്ഷം കിലോമീറ്റർ അകലെ. നമ്മൾ
വേട്ടക്കാരനെ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ. ഈ ക്ലാസ്സിൽ തന്നെ നിങ്ങൾ ഓർക്കുക, സപ്തർഷികൾ എന്നുള്ളതിനെ കുറിച്ച് പറയുന്നുണ്ട്. എപ്പോഴാ സപ്തർഷികളെ കാണാൻ കഴിയുക? ഏപ്രിൽ മാസത്തിലാണ്. വടക്കൻ ചക്രവാളത്തിൽ 7 നക്ഷത്രങ്ങളെ കൂട്ടിയിട്ട് ഒരു ചിത്രം വരച്ചതാ, അത്രയേ ഉള്ളൂ. അപ്പൊ സപ്തർഷികൾ. പക്ഷെ ഇതിന് യൂറോപ്യൻ രാജ്യങ്ങളിൽ ബിഗ് ഡിപ്പർ എന്നും പേരുണ്ട്. അപ്പോൾ ബിഗ് ഡിപ്പർ എന്നറിയപ്പെടുന്നത് സപ്തർഷികളാണെന്ന് പറയാം. വലിയ തവി, നിങ്ങൾക്ക് തോന്നുന്നും ചെയ്തോ വലിയ തവിയുടെ പോലെ ഉണ്ട് എന്ന്, അതന്നെയാണ് ബിഗ് ഡിപ്പർ. കണ്ടുവോ? വലിയ തവിയുടെ പോലല്ലേ വെള്ളമൊക്കെ മുക്കിയെടുക്കുന്നേ നിങ്ങളുടെ വീട്ടിലൊക്കെ ഉള്ള ബിഗ് ഡിപ്പർ. ഓക്കെ, ഇതുപോലെ കൂടുതൽ നക്ഷത്രഗണങ്ങൾ കണ്ടെത്താനൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കണ്ടെത്താൻ നിൽക്കണ്ട. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു സൂര്യൻ. ആൽഫ സെന്റോറി എന്താണെന്ന് പറയണട്ടോ. അങ്ങനെ സൂര്യനെ പോലെ കോടിക്കണക്കിന് നക്ഷത്രങ്ങളുണ്ട്. നക്ഷത്രങ്ങളെയും മറ്റ് ആകാശഗോളങ്ങളെയും എങ്ങനെ വേർതിരിച്ചറിയാം? സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. ഈ അടുത്ത് വന്നിട്ടില്ല, പണ്ട് വന്നിട്ടുണ്ട്, വീണ്ടും വരാം. സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങൾക്കുള്ള പേരെന്ത്? നക്ഷത്രങ്ങൾ. ഓക്കെ, എന്നാൽ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും സ്വയം പ്രകാശിക്കുന്നില്ല. അവ പ്രകാശിക്കുന്നതായി തോന്നുന്നത് ഇവയുടെ പ്രകാശം അതിൽ തട്ടി വരുന്നതുകൊണ്ടാണ്. ഇന്ത്യയുടെ കൃത്രിമോപഗ്രഹങ്ങളുടെ ഒരു ലിസ്റ്റ് ഇതിലൊന്നും കൂടി വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട്, പണ്ടത്തേലുണ്ട്. അതൊന്നും കൂടി ഉറപ്പിച്ചോളൂ. ഇൻസാറ്റ് കൃത്രിമോപഗ്രഹം എന്ന് പറഞ്ഞാൽ വാർത്താവിനിമയത്തിനാണ്. ഇൻസാറ്റ് വാർത്താവിനിമയം. എജുസാറ്റ് വിദ്യാഭ്യാസം. ഇൻസാറ്റ് വിൻഡോ എജു എന്ന് ഓർത്ത് വെച്ചാൽ മതി PSC പഠനത്തിന്. എജുസാറ്റ് വിദ്യാഭ്യാസം. ഇനി IRNSS ഗതി നിർണയം. ഗതി നിർണയം എന്താ? ഗതി നിർണയം നിങ്ങളുടെ മൊബൈലിൽ നിങ്ങളിങ്ങനെ പോകുമ്പോൾ നിങ്ങൾ ഏത് വഴിയാണ് പോകുന്നത്? റൂട്ട്. അതന്നെ IRNSS ഇന്ത്യയുടെ സ്വന്തം ഗതി നിർണയ സംവിധാനമാണ്. 1999 കാർഗിൽ യുദ്ധസമയത്ത് GPS വിവരങ്ങൾ. GPS എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ കയ്യിലുള്ള സാധനമാണ്. അതാണ് നമുക്ക് മൊബൈലിലൊക്കെ നമ്മുടെ ഗതി നിർണയം. അല്ലെങ്കിൽ വാഹനങ്ങൾക്ക്. ഇത് വാഹനങ്ങൾക്ക് മാത്രമല്ല കേട്ടോ, എല്ലാറ്റിനും ഇത് ആവശ്യം. മുകളിലുള്ള ഉപഗ്രഹങ്ങളാണ് ഈ സംവിധാനം നമുക്ക് ഉണ്ടാക്കി തരുന്നത്. 1999 കാർഗിൽ യുദ്ധസമയത്ത് ഇന്ത്യക്ക് ഇത് നിഷേധിച്ചു. അമേരിക്ക നിഷേധിച്ചു. ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തി മക്കളെ നമ്മുടെ സ്വന്തം ഗതി നിർണയ സംവിധാനം. അങ്ങനെയാണ് IRNSS. ആ IRNSSൽ 8 ഉപഗ്രഹങ്ങളാണ് വിക്ഷേപിച്ചത്. ആ 8 ഉപഗ്രഹങ്ങളിൽ ഒന്നൊഴികെ 7 സജീവമാ. 24x7 മണിക്കൂറിൽ. ഇന്ന് ഇന്ത്യക്ക് സ്വന്തം ഗതി നിർണയ സംവിധാനമുണ്ട്. ചുരുക്കം രാജ്യങ്ങളിൽപ്പെട്ട ഒന്നാണ് ഇന്ത്യ. ഓക്കെ, ഇല്ലായ്മയിൽ നിന്നാടോ നമ്മൾ പുതിയ ഉയരങ്ങളിലേക്ക് വരിക. നിങ്ങൾക്ക് PSC ഒന്നും അറിയില്ലേ? അവിടെ നിന്ന് നിങ്ങൾക്ക് ഉയർന്നു വരാൻ പറ്റും. കൃത്യമായ ലക്ഷ്യബോധം ഉണ്ടായിരിക്കണം, സ്മാർട്ടായിരിക്കണം. കാർട്ടോസാറ്റ് ഭൗമ നിരീക്ഷണമാണ്. കാർട്ടോസാറ്റ്. ആസ്ട്രോസ്റ്റാറ്റ് അസ്ട്രോളജി കേട്ടിട്ടില്ലേ? അസ്ട്രോണമിയാണ് കേട്ടോ അവിടെ വരുന്നത്. അസ്ട്രോളജി എന്താ പറയുക? ജ്യോതിഷമാണ്. അസ്ട്രോണമി ജ്യോതിശാസ്ത്ര പഠനമാണ്. ആ അസ്ട്രോണമിയുമായി ബന്ധപ്പെട്ടതാണ് ആസ്ട്രോസ്റ്റാറ്റ് ജ്യോതിശാസ്ത്ര പഠനം. GSAT 7 എമിസാറ്റ് ഇതൊക്കെ പ്രതിരോധമാണ്. ഒന്ന് ഓർത്തു വെക്കുക ഈ പേരുകൾ, പരീക്ഷയ്ക്ക് വരാം, ധാരാളം സാധ്യതയുണ്ട്. ഓക്കെ, ഇനി മറ്റൊരാളാണ്. നാം സ്വന്തമായി വികസിപ്പിച്ച ഒരു സ്വതന്ത്ര പ്രാദേശിക ഗതി നിർണയ ഉപഗ്രഹ സംവിധാനമാണ് ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. ഇപ്പം നാവിക് എന്നാണ് കേട്ടോ പറയുക. ഇപ്പം അതിൻ്റെ പേര് നാവിക് എന്നാണ്. 2ാം തലമുറ ഉപഗ്രഹങ്ങളെ വിക്ഷേപിച്ചു കഴിഞ്ഞു നമ്മൾ. ഞാൻ നേരത്തെ പറഞ്ഞു മറ്റേതിൽ 8 ഉപഗ്രഹങ്ങളാണ്. 1 പ്രവർത്തന സജ്ജമല്ല, ബാക്കി 7 ഓക്കെയാണ്. ഇപ്പം അതിനെ നമ്മൾ റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുക. 1ാമത്തെ ഉപഗ്രഹത്തെയൊക്കെ വിട്ടു കഴിഞ്ഞു. ഓർത്തിരിക്കുക, നാവികിനെ ഓർത്തിരിക്കുക, IRNSSനെ ഓർത്തിരിക്കുക. നാം വികസിപ്പിച്ച ഒരു സ്വതന്ത്ര പ്രാദേശിക ഗതി നിർണയ ഉപഗ്രഹ സംവിധാനമാണ്. എന്തിനു പകരം? GPS-ന് പകരം. ഹായ് ഫ്രണ്ട്സ്, ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അവസാനം വരെ കണ്ടവരൊന്ന് കമൻറ്റ് ചെയ്യും, എത്ര പേര് കാണുന്നുണ്ടെന്ന് അറിയാനാണ്. അവസാനം വരെ കണ്ടവർ ദയവ് ചെയ്ത് ഒന്ന് കമൻറ്റ് ചെയ്യുക, എത്ര പേര് കാണുന്നുണ്ടെന്ന് അറിയാനാണ്. ഓക്കെ, താങ്ക് യു ആൾ. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.